ഉദാഹരണത്തിനായി നമ്മളൊരു വാഹനം എടുത്താൽ അതിൻ്റെ കമ്പനി പറയുന്ന രീതിയിൽ നമ്മൾ സർവീസുകൾ നടത്തും. അതറിയാം, നമുക്ക് കൃത്യമായിട്ട് അറിയാം ആ സർവീസ് നടത്തേണ്ടത് നടത്തിയില്ലെങ്കിൽ നമുക്കത് ഉപയോഗിക്കാൻ പറ്റും. പക്ഷെ മനുഷ്യ ശരീരത്തിന് മാത്രം ഒരു സർവീസും ഇല്ല. അത് ഏറ്റവും കൂടുതൽ ഡേഞ്ചർ ആയി കഴിയുമ്പോൾ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ പോകും, ആ ഹോസ്പിറ്റലുകാർ നമ്മളെ ഊറ്റിപ്പിഴിഞ്ഞ് മുഴുവൻ പൈസയെ മേടിക്കും, നമ്മുടെ കാര്യം പോക്കുവന്നു. അതിലേക്ക് പോകാതെ നാം ഇപ്പോൾ തന്നെ കുറച്ച്, നിങ്ങൾ വലിയ വലിയ കോഴ്സുകളൊന്നും പഠിച്ചിട്ടൊന്നും ആവണമെന്നില്ല, കുറച്ച് സമയം കുറച്ച് ലഘു വ്യായാമങ്ങളൊക്കെ ചെയ്ത് ശരീരത്തെയും മനസ്സിനെയും ഒന്ന് ഏകാഗ്രഹിക്കുക, അല്ലെങ്കിൽ മനസ്സിനെ ശരീരത്തെ ഒന്ന് സ്വസ്ഥതപ്പെടുത്തുക. അപ്പം ഒരു മനഃശാന്തി ഉണ്ടെങ്കിൽ രോഗം ഉണ്ടാകുക എന്ന് പറയുന്നത്. മനസ്സിന്റെ സുഖവും ശരീരത്തിന്റെ സുഖവും ഒന്നിച്ച് കിട്ടുന്നത് യോഗയിലൂടെയാണ്. അപ്പം നല്ല രീതിയിലുള്ള യോഗകൾ ചെയ്യുമ്പോൾ മനസ്സും ശരീരവും നല്ല രീതിയിൽ സന്തോഷം ആഗ്രഹിക്കാത്ത കാര്യമില്ല. നമ്മളെല്ലാം ജീവിക്കുന്നത് പണത്തിനും സന്തോഷത്തിനും വേണ്ടിയാണ്. അപ്പം പണം ഒരു പരിധി കഴിഞ്ഞാൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല, പക്ഷെ സന്തോഷം എത്രയുണ്ടെങ്കിലും നമുക്കത് ആസ്വദിക്കാൻ പറ്റും. അപ്പം ആ സന്തോഷം കിട്ടണമെങ്കിൽ നമുക്ക് രോഗമില്ലാത്ത ഒരു അവസ്ഥ വരണം. ആ അവസ്ഥ വരണമെങ്കിൽ നമ്മൾ വെറുതെ ഇരുന്നാൽ നടക്കില്ല, എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾ ചെയ്യും. ഇപ്പം കൃഷിപ്പണി ചെയ്യുന്നവരുണ്ട്, ഈ റിട്ടയർമെന്റ് ആയ കുറേ ആൾക്കാർ കൃഷിപ്പണി ചെയ്യുന്നുണ്ട്, ഇല്ലെങ്കിൽ ബിസിനസ് ചെയ്യുന്നവരുണ്ട്. കൃഷിപ്പണി ചെയ്യുന്നവരെ സംബന്ധിച്ച് അവർക്ക് കുറേയൊക്കെ വ്യായാമം കിട്ടുന്നുണ്ട്. ബിസിനസ്സുകാരെ സംബന്ധിച്ച് ശരിയൊക്കെ ആണെങ്കിൽ ബിസിനസ് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഒരേ ഇരിപ്പ് തന്നെയാണ്, അവർക്ക് വേറെ ഒന്നുമില്ല. അതിൽ കൂടുതൽ ലോഡ് തലയിലും ഉണ്ടാവും. ഇതെല്ലാം വന്നു കഴിയുമ്പം എന്താ ചെയ്യേണ്ടത്, എങ്ങനെയാ ചെയ്യേണ്ടതെന്നുള്ള ഒരു ഇതും കിട്ടില്ല. രാവിലെ ഒരു 5 മണി തൊട്ട് 6 മണി വരെയോ അല്ലെങ്കിൽ ഇച്ചിരി നേരത്തെ എഴുന്നേറ്റ് അപ്പം നമ്മൾ നേരത്തെ കിടക്കുക, അതൊന്നും ഇവർക്ക് സാധ്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അതായത് നമുക്ക് കുറച്ച് സമയം നമ്മൾ അതിനു വേണ്ടി കണ്ടെത്തി മുന്നോട്ട് പോയില്ലെങ്കിൽ വരും കാലം നമുക്ക് വലിയൊരു ദുരന്തമാണ് വരുന്നത്. കാരണം ഒന്നാമത് ഒറ്റപ്പെടലാണ്. ഒരു മനുഷ്യനുമായിട്ട് ഒരു കാര്യങ്ങളും പഴയതുപോലെ എന്റെയോ നിങ്ങളുടെയോ ഒരു വിദ്യാഭ്യാസ കാലഘട്ടമല്ല ഇന്ന്. നമ്മൾക്ക് നമ്മുടെ മക്കളോടോ നമ്മുടെ സഹോദരങ്ങളോടോ മറ്റാരോടും നമ്മുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും പറയാൻ പറ്റാത്ത ഒരു സാഹചര്യം, ആരും കേൾക്കാൻ തയ്യാറല്ല. പണ്ട് നല്ല സുഹൃത്ത് വലയങ്ങൾ ഇതിലും ഉണ്ടായിരിക്കും, ഇല്ലെന്നല്ല ഞാൻ പറയുന്നത്. പണ്ട് നല്ല സുഹൃത്ത് വലയങ്ങൾ ഉണ്ടായിരുന്നു, നല്ല ബന്ധങ്ങളുണ്ടായിരുന്നു. ഇന്ന് ആ ബന്ധങ്ങളൊക്കെ ഓരോ കാര്യങ്ങൾ ഓരോരുത്തരും പറയുമ്പോൾ ദുരുപയോഗം ചെയ്യുകയുള്ളൂ. ആരും അതിനെ നല്ല രീതിയിൽ സംരക്ഷിക്കുകയോ കൊണ്ടുനടക്കുകയോ നല്ല നിർദ്ദേശങ്ങൾ ചെയ്യുന്നില്ല. അത് നമുക്ക് വ്യക്തമായി ഓരോരുത്തരുടെ അനുഭവങ്ങളിലൂടെ കാണാൻ പറ്റുന്നുണ്ട്. നമുക്ക് ആരോഗ്യത്തോടുകൂടി മുന്നോട്ട് പോകണമെങ്കിൽ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക. ഈ യോഗ എന്ന് പറയുന്നത് അഷ്ടാംഗ യോഗത്തിലെ ഒരു ഭാഗമാണ്.